ബ്ലാക്ക് ഹോൾ പോലെയുള്ള ഒരു ഒരു വസ്തുവിന് നിലനിൽക്കാൻ പറ്റുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നത് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയാണ്. സ്പേസ് ടൈമിൻ്റെ ഒരു എക്സ്ട്രീം ഫോം ഓഫ് കർവേച്ചറാണ് ബ്ലാക്ക് ഹോളുകൾ. ഇത്രയും വലുപ്പമുള്ള ഭൂമിയെ 1 സെൻറ്റിമീറ്റർ വലുപ്പമുള്ള ഒരു ചെറിയൊരു വലുപ്പത്തിലേക്ക് അതിനെ കംപ്രസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഭൂമിയെ ഒരു ബ്ലാക്ക് ഹോളാക്കി മാറ്റാൻ പറ്റും. സൂര്യനേക്കാൾ വലുപ്പമുള്ള ഒരു നക്ഷത്രത്തിനെ ഏറെക്കുറെ 10 കിലോമീറ്റർ വലുപ്പത്തിലേക്ക് കംപ്രസ് ചെയ്യുമ്പോഴാണ് അത്രയും വലുപ്പമുള്ള അത്രയും അതിസാന്ദ്രമായിട്ടുള്ള നക്ഷത്രങ്ങളാണ് ന്യൂട്രോൺ സ്റ്റാറുകൾ. ബ്ലാക്ക് ഹോളുകൾക്ക് ദൂരെയാണെങ്കിൽ കുറച്ച് ദൂരെയാണെന്ന് വെച്ചെങ്കിൽ മറ്റുള്ള ഏത് വസ്തുവും പോലെ തന്നെയാണ് ബ്ലാക്ക് ഹോളുകളുടെ ഗ്രാവിറ്റി. സൂര്യന് പകരം സൂര്യന് അത്രയും ഭാരമുള്ള ഒരു ബ്ലാക്ക് ഹോളിനെ അവിടെ വയ്ക്കുകയാണെങ്കിൽ ആസ് ഫാർ ആസ് ഗ്രാവിറ്റി ഈസ് കൺസേൺ നമ്മൾ ഒരു തരത്തിലുള്ള വ്യത്യാസം അറിയില്ല. സൂര്യനുള്ള പ്രകാശം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ കാര്യം. പക്ഷെ പ്രപഞ്ചത്തെ നിരീക്ഷിക്കാനുള്ള ഒരു പുതിയ വഴിയാണ് ഈ ഗുരുത്വ തരംഗങ്ങൾ, ഗ്രാവിറ്റേഷൻ വേവ്സ്. ഗ്രാവിറ്റിയിലുള്ള വേരിയേഷൻസ് ആണ് ഗ്രാവിറ്റേഷൻ വേവ്സ്. സ്പേസ് ടൈമിൻ്റെ കർവേച്ചറാണ്, സ്പേസ് ടൈമിലുള്ള വളവാണ് ഗ്രാവിറ്റി. കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് ഈ ഗുരുത്വ തരംഗങ്ങളുടെ നിരീക്ഷണത്തിലൂടെ പ്രപഞ്ചത്തെ നിരീക്ഷിക്കാനുള്ള പുതിയൊരു മാർഗം ആണ് തുറന്നു കിട്ടിയത്. ഗ്രാവിറ്റേഷൻ വേവ്സിൻ്റെ തീവ്രത എന്ന് പറയുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനേക്കാൾ എത്രയോ വീക്കറാണ്. അതുകൊണ്ട് തന്നെ അതിന് ഡിറ്റക്ട് ചെയ്യാനുള്ള ടെക്നോളജി വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഗ്രാവിറ്റേഷൻ വേവ്സ് കടന്നു പോകുമ്പോൾ നമ്മുടെ സ്പേസ് ടൈമിലുള്ള ജോമെട്രി, അതിൻ്റെ ജ്യാമിതിയെ അത് മാറ്റി തീർക്കുന്നത്, ഡിസ്റ്റോർട്ട് ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രത്യേകത. ഇന്റർനാഷണൽ സെൻറ്റർ ഫോർ തിയറട്ടിക്കൽ സയൻസസ് പ്രൊഫസർ അജിത് പരമേശ്വരനാണ് ദ ക്യൂവിനൊപ്പം ചേരുന്നത്. സ്വാഗതം. ഈ ഗ്രാവിറ്റേഷണൽ വേവ്സിനെ കുറിച്ചുള്ള പഠനത്തിലാണല്ലോ അജിത്ത് കൂടുതലായും ഇടപെട്ടിട്ടുള്ളത്, ഈ ലൈഗോ പ്രോജക്റ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ഗ്രാവിറ്റേഷണൽ വേവ്സ് എന്താണ്, ഈ ഗ്രാവിറ്റി എന്നുള്ള പേരാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത്. അതുമായിട്ട് ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് കൂടി. ഗ്രാവിറ്റേഷണൽ വേവ്സ് തീർച്ചയായും ഗ്രാവിറ്റിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. പക്ഷേ അതിൻ്റെ വേറെ ഇതിൽ കാണുന്നത് കുറച്ചുകൂടി ഒരു ഇതിലേക്ക് കടന്നു വരാൻ കുറച്ച് എളുപ്പമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഈ പ്രപഞ്ചത്തെ പറ്റി നമ്മളുള്ള അറിവിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട ആധാരം ജ്യോതിശാസ്ത്ര നിരീക്ഷണങ്ങളാണ്, ആസ്ട്രോണമിക്കൽ ഒബ്സർവേഷൻസ് ആണ്. ഭൂരിഭാഗവും കിട്ടിയിട്ടുള്ളത് ഈ പ്രകാശത്തെ നിരീക്ഷിക്കുക വഴിയാണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് അല്ലെങ്കിൽ വൈദ്യുതകാന്തിക തരംഗങ്ങളാണ് പ്രകാശം എന്ന് പറയുന്നത്. പ്രകാശത്തിൻ്റെ പല തരംഗദൈർഘ്യത്തിലുള്ള തരംഗങ്ങളാണ് ഈ പറഞ്ഞ എല്ലാ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സും, റേഡിയോ വേവ്സ്, എക്സ്റേ, ഗാമ റേസ്, ഇതെല്ലാം വൈദ്യുതകാന്തിക തരംഗങ്ങളാണ്. പ്രകാശത്തിൻ്റെ പല തരംഗദൈർഘ്യത്തിലുള്ള തരംഗങ്ങളാണെന്ന് പറയും. ഇതിനെ നിരീക്ഷിച്ചാണ് പ്രപഞ്ചത്തെ പറ്റിയുള്ള ആൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത്. പക്ഷെ പ്രപഞ്ചത്തെ നിരീക്ഷിക്കാനുള്ള ഒരു പുതിയ വഴിയാണ് ഈ ഗുരുത്വ തരംഗങ്ങൾ, ഗ്രാവിറ്റേഷൻ വേവ്സ്. ഇപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദ്യുതകാന്തിക ക്ഷേത്രങ്ങളുടെ അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഓസിലേഷൻസ് ആണെന്ന് പറയാം, അതിൻ്റെ വേരിയേഷൻസ് ആണ്. അതുപോലെ തന്നെ ഗ്രാവിറ്റിയിലുള്ള വേരിയേഷൻസ് ആണ് ഗ്രാവിറ്റേഷൻ വേവ്സ്. നമുക്ക് ഭൂമി ഒരു ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ട്. ആ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്രാവിറ്റേഷണൽ ഫീൽഡാണ്. ഭൂമിയെ പോലെയുള്ള 2 ഗ്രഹങ്ങൾ പരസ്പരം ചുറ്റിത്തിരിക്കുകയാണെങ്കിൽ ആ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് വേരി ചെയ്തുകൊണ്ടിരിക്കും, മാറിക്കൊണ്ടിരിക്കും. അതിനെയാണ് ഗ്രാവിറ്റേഷണൽ വേവ്സ് പറയുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു എന്താ പറയുക, ഒരു അപൂർണമായിട്ടുള്ള വിവരണമാണ്. ഇതിനേക്കാൾ ഗ്രാവിറ്റിയെ പറ്റിയിട്ടുള്ള കൂടുതൽ കൃത്യമായിട്ടുള്ളൊരു വിവരണം എന്ന് വെച്ചാൽ, ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഫോഴ്സ് അല്ല. നമ്മൾ സാധാരണ സ്കൂളിലൊക്കെ പഠിക്കുന്ന ഒരു ഫോഴ്സിനേക്കാൾ കൂടുതൽ ഗ്രാവിറ്റിയെ സ്പേസ് ടൈമിൻ്റെ കർവേച്ചറാണ്. സ്പേസ് ടൈമിലുള്ള വളവാണ് ഗ്രാവിറ്റി. അപ്പോൾ ആ ഗ്രാവിറ്റിയിലുള്ള വേരിയേഷൻസ് എന്ന് പറഞ്ഞാൽ സ്പേസ് ടൈമിൻ്റെ കർവേച്ചറിലുള്ള വേരിയേഷൻസ് ആണ്. അതായത് സ്പേസ് ടൈമിൽ ഉണ്ടാകുന്ന റിപ്പിൾസ് ആണ്, അല്ലെങ്കിൽ സ്ഥലകാലത്തിൽ ഉണ്ടാകുന്ന തരംഗങ്ങളാണ് ഗ്രാവിറ്റേഷൻ വേവ്സ്. അപ്പോൾ അതാണ് ഗ്രാവിറ്റേഷൻ വേവ്സിനെ പറ്റിയിട്ടുള്ള ഒരു ഏറെക്കുറെയുള്ള ഡിസ്ക്രിപ്ഷൻ. പക്ഷേ ഇത് ആദ്യമായിട്ട് സൈദ്ധാന്തികമായി പ്രവചിച്ചത് 1915 ആൽബർട്ട് ഐൻസ്റ്റൈനാണ്. അത് ഈ ഐൻസ്റ്റൈൻ്റെ പൊതു ആപേക്ഷിക സിദ്ധാന്തം എന്നുള്ളത് ഒരു ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ ഒരു കോൺസിക്വൻസ് ആണ്. അത് ഈ ഗ്രാവിറ്റേഷൻ വേവ്സ് ഹാസ് ടു എക്സിസ്റ്റ് എന്നുള്ളത് ആ തിയറി പറയുന്നുണ്ട്. പക്ഷേ അതിനുള്ളൊരു നേരിട്ടുള്ള തെളിവ്, ഒരു എക്സ്പെരിമെൻ്റൽ വെരിഫിക്കേഷൻ കിട്ടിയത് അതിൽ 100 വർഷത്തിന് ശേഷമാണ്. അത് കഴിഞ്ഞ 2015 ആദ്യമായിട്ട് ലൈഗോ എന്ന് പറയുന്ന നിരീക്ഷണശാലകൾ ആദ്യമായിട്ട് ഈ ഗുരുത്വ തരംഗങ്ങളെ നേരിട്ട് ഡിറ്റക്ട് ചെയ്തത്. ഇപ്പോൾ അതിന് ശേഷം കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് ഈ ഗുരുത്വ തരംഗങ്ങളുടെ നിരീക്ഷണത്തിലൂടെ പ്രപഞ്ചത്തെ നിരീക്ഷിക്കാനുള്ള പുതിയൊരു മാർഗം ആണ് തുറന്നു കിട്ടിയിരിക്കുന്നത്. അതൊരു ന്യൂ വിൻഡോ ടു ദ കോസ്മോസ്, പ്രപഞ്ചത്തിലേക്കുള്ള ഒരു പുതിയ ജാലകം എന്നൊക്കെ പറയും. ഇത് ജ്യോതിശാസ്ത്രത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ്. കാരണം ഇതുവരെ ഇല്ലാതെ
പ്രപഞ്ചത്തെ നിരീക്ഷിക്കാനുള്ള പുതിയൊരു വഴിയാണ് നമുക്ക് ഇതിലൂടെ തുറന്നു കിട്ടിയിട്ടുള്ളത്. വൈദ്യുത കാന്തിക തരംഗങ്ങൾ എന്ന് പറയും, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്പെക്ട്രം, ഇപ്പോൾ വയലറ്റ് ഇൻഡിഗോ എന്ന് പറയുന്ന പോലെ തന്നെ ഒരു സ്പെക്ട്രം ഉണ്ട്. ഈ സ്പെക്ട്രത്തെ നിരീക്ഷിച്ചുകൊണ്ട് അതിൻ്റെ ദൂരവും ഒരു വാതകത്തിൻ്റെ സാന്നിധ്യവും ഒക്കെ അളക്കാം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഒരു രീതിയിലാണോ ഈ നമ്മുടെ ഗ്രാവിറ്റേഷണൽ വേവ്സ് വെച്ചിട്ടുള്ള ഒരു പഠനം സാധ്യമാകുന്നത്, അതോ അത് കുറച്ചുകൂടെ ഫിസിക്കലാണ്? ഈ ഗ്രാവിറ്റേഷണൽ വേവ്സ് എന്ന് പറയുമ്പോൾ അത്തരത്തിൽ ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു എൻറ്റിറ്റി ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണോ? ഗ്രാവിറ്റേഷൻ വേവ്സും അതുപോലെ തന്നെ ഫിസിക്കലായിട്ടുള്ള എൻറ്റിറ്റിയാണ്. ഇപ്പോൾ സീത് പറഞ്ഞ പോലെ വൈദ്യുതകാന്തിക തരംഗങ്ങൾക്ക് പല തരംഗ ദൈർഘ്യത്തിലുള്ള വൈദ്യുതകാന്തിക തരംഗങ്ങൾക്ക് ഓരോ പേരിട്ടുണ്ട്, റേഡിയോ മുതൽ ഗാമാറേ വേവ്സ് വരെ. അതുപോലെ ഗ്രാവിറ്റേഷൻ വേവ്സിന് അതിൻ്റെ ഒരു സ്പെക്ട്രം ഉണ്ട്. പക്ഷെ അതിലുള്ളൊരു ചെറിയൊരു റേഞ്ച് ഓഫ് ഫ്രീക്വൻസിയിലുള്ള വേവ്സ് മാത്രമേ നമ്മൾ ഇതുവരെ ഡിറ്റക്ട് ചെയ്തിട്ടുള്ളൂ. നമുക്കറിയാം, ഒരു ഉദാഹരണത്തിന് ഏറ്റവും ആദ്യം നമുക്കറിയാവുന്ന വൈദ്യുതകാന്തിക തരംഗം എന്ന് പറഞ്ഞാൽ ദൃശ്യപ്രകാശമാണ്. കാരണം നമുക്ക് കണ്ണുകൾക്ക് ഏറ്റവും കാണാൻ പറ്റുന്ന തരംഗ ദൈർഘ്യത്തിലുള്ള ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ് ഈ വിസിബിൾ ലൈറ്റ് അല്ലെങ്കിൽ ദൃശ്യപ്രകാശത്തിനുണ്ട്. നമുക്ക് എത്രയോ 1000 വർഷങ്ങൾക്ക് മനുഷ്യ ചരിത്രത്തിൽ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമുക്കധികം. അതുപോലെയാണ് ഈ ഗ്രാവിറ്റേഷൻ വേവ്സിൻ്റെ ഒരു റേഞ്ച് ഓഫ് ഫ്രീക്വൻസിയിലുള്ള വേവ്സ് മാത്രമേ നമുക്ക് ഇതുവരെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അതിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന ഡിറ്റക്ടേഴ്സേ ഇപ്പോൾ നമുക്കുള്ളൂ. ഈ ലൈഗോ എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷൻ വേവ്സിൻ്റെ ഏറെക്കുറെ 10 ഹേർട്സ് മുതൽ 1 കിലോ ഹേർട്സ് വരെയുള്ള ഫ്രീക്വൻസിയിലുള്ള വേവ്സിനെയാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. ഇതും ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പോലെ തന്നെ അതുപോലെ ഫിസിക്കലായിട്ടുള്ളൊരു എൻറ്റിറ്റിയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് എങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഡിറ്റക്ട് ചെയ്തത്? ഇപ്പോൾ നമുക്കൊരു റേഡിയോ ആൻഡ്ര ഉണ്ടെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് കടന്നു പോകുമ്പോൾ ഈ ആൻഡ്രയിലുള്ള ചാർജുകളെ അത് ഓസിലേറ്റ് ചെയ്യും. ആ ഓസിലേറ്റ് ചെയ്യുന്ന ഒരു കറണ്ടിനെയാണ് നമ്മൾ റേഡിയോയിലൊക്കെ ശബ്ദമായിട്ട് മാറ്റുന്നത്. അതുപോലെ തന്നെ ഗ്രാവിറ്റേഷൻ വേവ്സിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള ചാർജ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പദാർത്ഥത്തിൻ്റെ ഒരു മാസ്സാണ്. ഇലക്ട്രിക് ചാർജിന് പകരം ഒരു മാസ് ഉള്ളൊരു വസ്തു എടുക്കും. ഈ ഗ്രാവിറ്റേഷൻ വേവ്സ് പാസ് ചെയ്യുമ്പോൾ അത് ചുറ്റുമുള്ള മാസുകളെ വൈബ്രേറ്റ് ചെയ്യിക്കും. അപ്പോൾ അതിനെ ഡിറ്റക്ട് ചെയ്യാനുള്ള ഒരു ഉപകരണമാണ് ഇപ്പോൾ ലൈഗോ എന്ന് പറയുന്നത്. ലൈഗോ ഡിറ്റക്ട് ചെയ്യുന്നത് ആ ഗ്രാവിറ്റേഷൻ വേവ്സ് കടന്നു പോകുമ്പോൾ നമ്മുടെ സ്ഥലകാലത്തിലുണ്ടാവും, നമ്മുടെ സ്പേസ് ടൈമിൽ ഉണ്ടാകുന്ന വൈബ്രേഷൻസിനെ ഒരു ടെസ്റ്റ് മാസ് വെച്ചിട്ട് ചെറിയ ഭാരമുള്ള ഓസിലേറ്റ് ചെയ്യാവുന്ന ഒരു തരത്തിലുള്ള ഭാരമുള്ള വസ്തുക്കളെ കൊണ്ട് മെഷർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് തീർച്ചയായും ഗ്രാവിറ്റേഷൻ വേവ്സിൻ്റെ തീവ്രത എന്ന് പറയുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനേക്കാൾ എത്രയോ വീക്കറാണ്. അതുകൊണ്ട് തന്നെ അതിന് ഡിറ്റക്ട് ചെയ്യാനുള്ള ടെക്നോളജി വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷേ ഗുരുത്വ തരംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ പോലെ തന്നെ അത്രയും ഫിസിക്കലായിട്ടുള്ള ഒരു ഫിനോമിനയാണ്. ഇപ്പോൾ ലൈഗോ എന്ന് പറയുമ്പോൾ അതിൽ ലേസറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലേസർ ഉപയോഗിച്ച് ഇതിനെ എങ്ങനെയാണ് നമുക്കൊന്ന് കണ്ടെത്താൻ കഴിയുക, അതിൻ്റെ സാന്നിധ്യം അറിയാൻ കഴിയുക? ഗ്രാവിറ്റേഷൻ വേവ്സ് കടന്നു പോകുമ്പോൾ നമ്മുടെ സ്പേസ് ടൈമിലുള്ള ജോമെട്രിയെ, അതിൻ്റെ ജ്യാമിതിയെ അത് മാറ്റി തീർക്കുന്നത്, ഡിസ്റ്റോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രത്യേകത. ഇനി ചോദ്യം, ഈ സ്പേസ് ടൈമിലുള്ള ജോമെട്രിയിൽ ഉണ്ടാകുന്ന വേരിയേഷൻസിനെ നമ്മൾ എങ്ങനെ മെഷർ ചെയ്യാം? അതിനുള്ളൊരു പെർട്ടിക്കുലർ ടെക്നിക്കാണ് ഈ ഇൻഡർഫെറോമീറ്റർ എന്ന് പറയുന്നത്, ലേസർ ഇൻഡർഫെറോമീറ്റർ എന്ന ടെക്നിക്ക്. പക്ഷേ ഇത് മാത്രമല്ല, അതിന് പലതരത്തിലുള്ള ടെക്നിക്കുണ്ട്. ഇപ്പോൾ ഏറ്റവും വിജയം കണ്ടിട്ടുള്ള ടെക്നിക്കാണ് ലേസർ ഇൻഡർഫെറോമീറ്റർ. അത് ചെയ്യുന്നത് ഈ ഗ്രാവിറ്റേഷൻ വേവ്സ് കടന്നു പോകുമ്പോൾ സ്പേസ് ടൈമിൽ ഉണ്ടാക്കുന്ന ഡീവിയേഷൻ ഒരു പ്രത്യേക പാറ്റേൺ ഉണ്ട്. അതിനാണ് ടൈഡൽ ഫോഴ്സസ് എന്ന് പറയും. ഇപ്പോൾ നമ്മൾ ചന്ദ്രൻ കാരണം ഭൂമിയിൽ ടൈഡ്സ് ഉണ്ടാവുമല്ലോ, വേലിയേറ്റം ഉണ്ടാവുമല്ലോ. അത് ഒരു ഏറെക്കുറെ സ്പെറിക്കൽ ഷേപ്പിലുള്ള ഒരു ഭൂമിയെ ഒരു എലിപ്സോയിഡായിട്ട് ഒരു ദീർഘവൃത്താകൃതിയിലുള്ള ഒരു ഗോളമായിട്ട് മാറ്റിയാണ് ഈ ടൈഡ്സ് ചെയ്യുന്നത്. ഏറെക്കുറെ ഇതിനാണ് ടൈഡൽ ഫോഴ്സസ് എന്ന് പറയുന്നത്. ഈ ഗ്രാവിറ്റേഷൻ വേവ്സും ഇതുപോലെ ടൈഡൽ ഫോഴ്സസ് ആണ്. ഒരു സ്പേസ് ടൈമിനെ നമ്മളെ സ്പേസിനെ അത് ഒരു ഡയറക്ഷനിൽ സ്ട്രെച്ച് ചെയ്യുകയും ചെയ്യും, മറ്റു ഡയറക്ഷനിൽ കംപ്രസ് ചെയ്യുകയും ചെയ്യും. ഇത്തരം വളരെ സൂക്ഷ്മമായ, വളരെ ചെറിയൊരു എഫക്റ്റാണ് ഇതുണ്ടാകുന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോട്ടോണിൻ്റെ വലുപ്പത്തിനേക്കാൾ 1001 മടങ്ങ് അത്രയും ചെറിയ മാറ്റമാണ് ഉണ്ടാകുന്നത് 1 കിലോമീറ്റർ വലുപ്പമുള്ള ഒരു ഇൻഡർഫെറോമീറ്ററിൽ. അപ്പോൾ ഇത്തരം മാറ്റങ്ങളെ മെഷർ ചെയ്യാനുള്ള ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഇൻഡർഫെറോമീറ്ററി എന്ന് പറയുന്നത്. ബേസിക്കലി ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ 2 ആംസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങളെ മെഷർ ചെയ്യുക എന്നുള്ളതാണ്. അതിനുള്ള ഈ ഒരു 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ ലെങ്ത്തിനെ മെഷർ ചെയ്യാനുള്ള ഒരു റൂളറായിട്ടാണ് ഇൻഡർഫെറോമീറ്റർ ഉപയോഗിക്കുന്നത്. ആ റൂളറായിട്ടാണ് ലൈറ്റിന് ഉപയോഗിക്കുന്നത്. അതിനാണ് ലേസർ ഉപയോഗിക്കുന്നത്. ഈ ലേസർ ഇൻഡർഫെറോമീറ്റർ എന്ന് പറയുന്ന ഈ ഒരു ഉപകരണം അത് കുറച്ച് വലുതാണ്, വലിയ ഒരു ഉപകരണമാണ് എന്ന് മനസ്സിലാക്കുന്നു.
ഇതിൽ ഒരു ഗ്രാവിറ്റേഷണൽ വേവിനെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് ലേസർ ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. പക്ഷേ അതിൻ്റെ ഒരു പ്രവർത്തനം എങ്ങനെയാണ് എന്നൊന്ന് വളരെ ചുരുങ്ങിയ രീതിയിലൊന്ന് വിശദീകരിക്കാൻ കഴിയുമോ? ഇതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ പ്രകാശം സഞ്ചരിക്കുന്നത് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു പ്രത്യേക വേഗതയിലാണ്. ഇത് ഏറെക്കുറെ 3 ലക്ഷം കിലോമീറ്റർ എന്ന് പറയുന്നത് 3 ലക്ഷം കിലോമീറ്റർ പെർ അവർ പെർ സെക്കൻഡിലാണ്. അപ്പോൾ ബേസിക്കലി ഒരു ലെങ്ത് അളക്കാനുള്ള ഒരു വഴിയായിട്ട് പ്രകാശത്തിന് അവിടെ പോയി തിരിച്ചു വരാനുള്ള സമയത്തെയാണ് ഉപയോഗിക്കുന്നത്. ആ സമയം ഉപയോഗിച്ചുകൊണ്ട് ദൂരം അളക്കുക എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രിൻസിപ്പിൾ. ബേസിക്കലി ലേസർ ഡിഫ്രാക്ടർ ചെയ്യുന്നത് ഒരു ലേസർ ബീമിനെ ഒരു ഹാഫ് സിൽവേർഡ് ഗ്ലാസ് വെച്ചിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതിലൊരു പകുതി ലൈറ്റ് ഒരു ഡയറക്ഷനിൽ പോവും, പകുതി ലൈറ്റ് അതിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ പോവും. ഇത് രണ്ട് മിറർ വെച്ച് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ രണ്ടും ചെയ്യുന്നത് ഈ പ്രകാശ കണം അല്ലെങ്കിൽ പ്രകാശ തരംഗം ഒരു ഡയറക്ഷനിൽ തിരിച്ചു വരുന്നത് സമയവും മറ്റൊരു ഡയറക്ഷനിൽ തിരിച്ചു വരുന്നത് സമയം വ്യത്യാസമുണ്ടെങ്കിൽ ഇവ തിരിച്ച് കമ്പൈൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇൻ്റർഫറൻസ് പാറ്റേണിൽ വ്യത്യാസങ്ങൾ വരും. ഇതാണ് ഇൻ്റർഫെറോമെട്രി തത്വം. ഇപ്പോൾ ആദ്യം ഒരു ഗ്രാവിറ്റേഷൻ വേവ് ഇല്ലാത്ത സമയത്ത് ഈ ഇൻ്റർഫെറോമെട്രിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ രണ്ട് ഡയറക്ഷനിൽ പോയി തിരിച്ചു വരുന്ന തരംഗങ്ങൾ കമ്പൈൻ ചെയ്യുമ്പോൾ അതിനെ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് എന്ന് പറയും. അത് ഒരു പരസ്പരം ലൈറ്റുകളെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. കാരണം പ്രകാശത്തിന് ഒരു വേവ് നേച്ചർ ഉള്ളതുകൊണ്ട് ഒരു വേവിൻ്റെ പീക്കും അതിൻ്റെ തിരിച്ചു വരുന്ന വേവിൻ്റെ ട്രഫും കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈറ്റിനെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. ആ ഡയറക്ഷനാണ് ആദ്യം തന്നെ കോൺഫിഗർ ചെയ്യുക. പിന്നെ ഗ്രാവിറ്റേഷൻ വേവ്സ് കടന്നു പോകുമ്പോൾ അത് ചെയ്യുന്നത് നമ്മുടെ സ്പേസിനെ ഒരു ഡയറക്ഷനിൽ സ്ട്രെച്ച് ചെയ്യുകയും ചെയ്യും, മറ്റൊരു ഡയറക്ഷനിൽ കംപ്രസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചെറിയ വ്യത്യാസങ്ങൾ വരും. ഇത് വരുമ്പോൾ ഈ രണ്ട് തരംഗങ്ങൾ കമ്പൈൻ ചെയ്യുമ്പോൾ ഇൻ്റർഫറൻസ് പാറ്റേൺ മാറും. ഈ മാറ്റം നമുക്ക് ഒരു ലൈറ്റ് ഡിറ്റക്ടർ, ഒരു ഫോട്ടോ ഡിറ്റക്ടർ വെച്ചിട്ട് മെഷർ ചെയ്യാൻ പറ്റും. അതാണ് ഒരു കറണ്ടായിട്ട് ഈ ഗ്രാവിറ്റേഷൻ വേവിൻ്റെ സിഗ്നൽ റീഡ് ചെയ്യുന്നത്. ബേസിക്കലി ഇതിനെ ഗ്രാവിറ്റേഷൻ വേവ് ഡിറ്റക്ട് ചെയ്യാനുള്ള ആൻറ്റനയായിട്ട് ഇൻ്റർഫെറോമെട്രിനെ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ 2015 ആദ്യമായി ഇങ്ങനെ ഒരു ഗ്രാവിറ്റേഷണൽ വേവ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുമ്പോൾ അതൊരു 2 ബ്ലാക്ക് ഹോളുകളുടെ സംയോജന ഫലമായി ഉണ്ടായതാണെന്ന് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് അത്ര കൃത്യമായിട്ട് അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയുക? നല്ല ചോദ്യമാണ്. ഈ ഗ്രാവിറ്റേഷൻ വേവ്സ് ഉണ്ടാക്കുന്ന പാറ്റേൺസിനെ വളരെ കൃത്യമായിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതിന് ഓരോ സിഗ്നലിനും വളരെ കൃത്യമായിട്ടുള്ള ഷേപ്പുകളുണ്ട്. ഈ ഷേപ്പുകളെ ആണ് അനലൈസ് ചെയ്യണം നമ്മൾ. അപ്പോൾ അനലൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പലതരത്തിലുള്ള പോസിബിലിറ്റീസ് ഉണ്ടാവും. ഏതൊക്കെ തരത്തിൽ ഇപ്പോൾ ഞാൻ കൈവീശുള്ള ഒരു ഗ്രാവിറ്റേഷൻ വേവ് ഉണ്ടാക്കുന്നുണ്ട്, അതെ, പക്ഷെ അത് വളരെ ചെറിയൊരു വേവാണ്. അതുപോലെ പലതരത്തിലുള്ള ആസ്ട്രോഫിസിക്കൽ ഫിനോമിന, ജ്യോതിശാസ്ത്ര പ്രതിഭാസങ്ങൾ ഉണ്ടാക്കുന്ന ഗ്രാവിറ്റേഷൻ വേവ്സിനെ നമുക്ക് തിയറി വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇപ്പോൾ ഐൻസ്റ്റൈൻ്റെ തിയറി, ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി വെച്ചിട്ട് 2 ബ്ലാക്ക് ഹോളുകൾ മെർജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗ്രാവിറ്റേഷൻ വേവിൻ്റെ ഷേപ്പ് എന്താണെന്ന് കൃത്യമായിട്ട് ഇപ്പോൾ അത് തിയറിറ്റിക്കൽ കാൽക്കുലേഷനും ഇപ്പോൾ സൂപ്പർ കമ്പ്യൂട്ടറിലടക്കമുള്ള സിമുലേഷൻസ് വെച്ചാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ അതുപോലെ ഒരു ബാങ്ക് ഓഫ് മോഡൽസ് ഉണ്ട്. ഇപ്പോൾ ഇതിൽ ഈ കൊളൈഡ് ചെയ്യുന്ന ബ്ലാക്ക് ഹോളുകളുടെ വലുപ്പം അല്ലെങ്കിൽ മാസ് മാറുമ്പോഴോ അതിൻ്റെ റൊട്ടേഷണൽ വെലോസിറ്റി മാറുമ്പോഴൊക്കെ ഇതിൻ്റെ ഷേപ്പിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ നമുക്ക് ഇതിലൊരു കാറ്റലോഗ് ഓഫ് സച്ച് ഷേപ്സ് ഉണ്ട്, വേവ് ഫോംസ് ഉണ്ട് എന്ന് പറയും, മോഡൽസ് ഉണ്ട്. ആ മോഡൽസിനെ എല്ലാം ഡേറ്റയായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഡേറ്റയെ ഏറ്റവും ബെസ്റ്റായിട്ട് ഫിറ്റ് ചെയ്യുന്ന മോഡൽ എന്താണ്, ആ അർത്ഥത്തിലാണ് ഇത്. പിന്നെ രണ്ട് ബ്ലാക്ക് ഹോളുകൾ ഇത്രയും ദൂരത്തുള്ള ഒരു ഗാലക്സിയിൽ കൊളൈഡ് ചെയ്യുമ്പോഴാണ് ഇത്തരം തരത്തിലുള്ള സിഗ്നൽ ഷേപ്പ് ഉണ്ടാകുന്നത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഇതിൻ്റെ സോഴ്സ് എന്താണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓഫ് കോഴ്സ് ഇതെല്ലാം ഈ ഗ്രാവിറ്റേഷൻ വേവ്സിൻ്റെ എല്ലാം കൂടെ ഈ ഡിറ്റക്ടറിന് നോയ്സ് ഉണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു പ്രത്യേക തരത്തിലുള്ള സെർട്ടനിറ്റി മാത്രമേ ഉള്ളൂ, ഒരു പ്രോബബിലിറ്റി സ്റ്റേറ്റ്മെൻ്റ് ആണ്. പക്ഷെ നമുക്ക് പറയാൻ പറ്റും, ഇത്രയും കോൺഫിഡൻസിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഇത് 2 ബ്ലാക്ക് ഹോളുകൾ, ഇത്രയും മാസ് 2 ബ്ലാക്ക് ഹോളുകൾ ഇത്രയും ദൂരത്തുള്ള ഒരു ഗാലക്സി കൊളൈഡ് ചെയ്യുമ്പോഴാണ് ഈ തരത്തിലുള്ള സിഗ്നൽ ഉണ്ടാവുക. അപ്പോൾ സയൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു പ്രോബബിലിറ്റി, ഒരു സാധ്യതയെ അന്വേഷിച്ച് പോകുന്നതും അതിനെ പിന്നീട് കണക്കുകൂട്ടലുകളിലൂടെ കണ്ടെത്തുന്ന ഒരു സംഗതിയാണല്ലോ സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായും അതിനുള്ളൊരു സാധ്യത 100% തന്നെയാണെന്ന് നമുക്ക് കരുതാം, അല്ലേ? അതെ, അത് തെറ്റാവാനുള്ള സാധ്യത വളരെ ചെറുതാണെന്നാണ് പറയുന്നത്. നമ്മൾ പറയുന്നത് ഈ സയൻസിൽ എപ്പോഴും ഒരു പുതിയ ഡിസ്കവറിക്കുള്ള എന്താ പറയുക, ഒരു ഗോൾഡൻ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ 5 സിഗ്മ ഡിസ്കവറി എന്ന് പറയുക. അതിൻ്റെ സാധ്യത അത് തെറ്റാവാനുള്ള സാധ്യത
1,00,000 മാത്രമാണ് കൃത്യം അതിൻ്റെ ഒരു ഏറെക്കുറെ. അതിനുള്ള ഫാൾസ് അലാം ആവാനുള്ള തെറ്റായിട്ടുള്ള സിഗ്നൽ ആവാനുള്ള സാധ്യത തീരെ കുറവാണ്. അത് ഒരിക്കലും പൂജ്യമാക്കാൻ പറ്റില്ല നമുക്ക്, പക്ഷേ വളരെ കുറവാക്കാൻ പറ്റും. ഇപ്പോൾ ഗ്രാവിറ്റിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞു ഈ സ്പേസ് ടൈമിൻ്റെ ഒരു കർവേച്ചറാണ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഈ സ്പേസ് ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണക്കാർക്ക് അങ്ങനെ പെട്ടെന്ന് മനസ്സിലാകുന്നൊരു സംഗതിയല്ല. എന്താണെന്ന് ഒരു ലളിതമായി ഒന്ന് പറയുകയാണെങ്കിൽ സ്പേസ് ടൈം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ടൈം ഡൈലേഷൻ എന്നൊക്കെയുള്ള ചില ടെർമിനോളജികളൊക്കെ ഉണ്ട്, അതിലേക്കൊക്കെ വരുമ്പോൾ ഈ സ്പേസ് ടൈം എന്താണെന്ന് ആദ്യമായി ഒന്ന് പറഞ്ഞുതരാം. സ്പേസ് എന്താണെന്നും ടൈം എന്താണെന്നും നമുക്ക് ഏറെക്കുറെ ധാരണയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക റൂളർ കൊണ്ട് മെഷർ ചെയ്യാവുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമുക്കറിയാം സ്പേസിന് ഒരു 3 ഡയമെൻഷൻസ് ഉണ്ട്, ഒരു നീളവും വീതിയും ഉയരവും ഉണ്ട്. അതുപോലെ സമയം എന്താണെന്ന് നമുക്ക് ഏറെക്കുറെ ഒരു ഇൻറ്റുറ്റീവ് ആയിട്ടുള്ള ഒരു ധാരണയുണ്ട്. ഇപ്പോൾ വാച്ച് കൊണ്ട് അളക്കുന്ന ഒരു സമയമാണ്. പലപ്പോഴും ഈ സമയം എന്നുള്ളതിനൊരു അബ്സല്യൂട്ട് സമയത്തിന് വലിയ സാധ്യതയില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ 3 മണിയാണോ 4 മണിയാണോ എന്നുള്ളത് നമ്മുടെ ഒരു റെഫറൻസ് ക്ലോക്കിനനുസരിച്ച് മാറും. ഉദാഹരണത്തിന് പല ഇൻ്റർനാഷണൽ ഫുട്ബോൾ മാച്ച് ഉണ്ടാകുമ്പോൾ അത് ഇന്ത്യൻ സമയം 4:30 അത് ബ്രിട്ടീഷ് സമയം 12 മണിക്കായിരിക്കും, അല്ലെങ്കിൽ 11:30 അല്ലെ 11 മണിക്കായിരിക്കും അല്ലേ. അത്തരം തുടക്ക സമയം എന്നുള്ളത് ഓരോ സ്റ്റാൻഡേർഡ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പക്ഷേ എപ്പോഴും ഒരു ഫുട്ബോൾ മാച്ചിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 90 മിനിറ്റാണ്. അത് ഇന്ത്യൻ സമയമാണെങ്കിലും വേണ്ടില്ല, ബ്രിട്ടീഷ് സമയമാണെങ്കിലും വേണ്ടില്ല, യൂറോപ്യൻ സമയമാണെങ്കിലും വേണ്ടില്ല. അതിൻ്റെ സമയ വ്യത്യാസം 90 മിനിറ്റാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ വലുപ്പത്തിന് കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഉണ്ട് അല്ല. അത് നീളം എത്ര നമുക്ക് അളക്കാൻ പറ്റും. പക്ഷേ ഇത് നമ്മുടെ ഒരു ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു തരത്തിലുള്ള അപ്രോക്സിമേഷൻ മാത്രമാണ്. ഇപ്പോൾ വളരെ ഒരു സാങ്കല്പിക ഉദാഹരണം എടുക്കുക. ഒരു വളരെ വേഗത്തിൽ പറക്കുന്ന ഒരു റോക്കറ്റിൽ നോക്കുന്ന ഒരാൾക്ക് ഈ ഫുട്ബോൾ മാച്ചിൻ്റെ ഡ്യൂറേഷൻ 90 മിനിറ്റിൽ കൂടുതലായിട്ടാണ് കാണപ്പെടുക. അതുപോലെ തന്നെ ഫുട്ബോൾ സ്റ്റേഡിയത്തിൻ്റെ വലുപ്പം കുറഞ്ഞതായിട്ടും കാണും. ഇത് അപ്പോൾ ചോദിക്കുന്നത് ഈ പറഞ്ഞ ഈ ഒരു ടൈം ഡിഫറൻസ് അല്ലെങ്കിൽ സമയം, സ്പേസ്, ടൈം എന്നുള്ള ഇൻഡിവിജ്വലായിട്ടുള്ള സാധനങ്ങൾക്ക് ഒരു ഇൻവേരിയൻ്റ് ആയിട്ടുള്ളൊരു മീനിങ് ഇല്ല. അത് ഓരോ ഒബ്സർവർക്കും മാറിക്കൊണ്ടിരിക്കും. അത് റിലേറ്റീവാണ്. തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറയുന്നത്. പക്ഷേ സ്പേസും ടൈമും ഒരു പെർട്ടിക്കുലർ കോമ്പിനേഷൻ അത് എല്ലാ ഒബ്സർവേഴ്സിനും ഒരുപോലെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്പേസും ടൈമും വ്യത്യസ്തമായിട്ടുള്ള പ്രതിഭാസങ്ങളല്ല, ഒരേ എൻറ്റിറ്റിയുടെ 2 ഭാഗങ്ങൾ മാത്രമാണ്. അപ്പോൾ ഈ സ്പേസ് ടൈമിനെ റിലേറ്റ് ചെയ്യുന്നത് നമുക്ക് ഒട്ടും മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമല്ല, അത്രയും എളുപ്പത്തില്ല. പക്ഷേ അതിന് സാധ്യമാകുന്നൊരു കാര്യം, അതിനെ സാധ്യമാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാശം ഒരു കൃത്യവേഗതയിൽ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാനല്ലേ ഒരു ദൂരത്തിനെ നമുക്ക് സമയ ഡിഫറൻസ് കൊണ്ട് അളക്കാൻ പറ്റും. കാരണം പ്രകാശത്തിന് അത്രയും ദൂരം സഞ്ചരിക്കാനുള്ള സമയം എന്നുള്ളത് നമ്മൾ ഈ പ്രകാശവർഷം എന്നുള്ളത് പറയുന്നത്. ഒരു പ്രകാശത്തിന് 1 വർഷം സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം. അപ്പോൾ അതിനെ എന്താ പറയുക ലെങ്ത്തിൻ്റെ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും ഒരു സമയത്തിനെ, കാരണം പ്രകാശത്തിൻ്റെ കൃത്യമായിട്ടുള്ള വേഗത ഉള്ളതുകൊണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലം, കാലം എന്നുള്ള 2 വസ്തുക്കൾക്ക് അല്ലെങ്കിൽ എൻറ്റിറ്റികൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള മീനിങ് ഇല്ല. അത് ഓരോ ഒബ്സർവേഴ്സിനും മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ സമയത്തിൻ്റെയും സ്ഥലത്തിൻ്റെയും പറ്റിയുള്ള കോമ്പിനേഷൻ സ്പേസ് ടൈമിന് ഒരു ഇൻവേരിയൻ്റ് ആയിട്ടുള്ള മീനിങ് ഉണ്ട്. എല്ലാവരും മെഷർ ചെയ്യുന്നതും ഒരേ സംഭവമായിരിക്കും, ഒരേ വാല്യൂ ആയിരിക്കും. അതാണ് സ്പേസ് ടൈം എന്ന് പറയുന്നത്. ഇത് സ്പേസ് ടൈമിൻ്റെ ഒരു പിക്ചറാണ്. പക്ഷേ ഇനി യാഥാർത്ഥ്യം അതിനേക്കാൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം ഗ്രാവിറ്റി ചെയ്യുന്നത് ഈ സ്പേസ് ടൈമിനെ കേർവ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ ഭൂരിഭാഗം എക്സ്പീരിയൻസിൽ മുഴുവൻ ഗ്രാവിറ്റി വളരെ വീക്കാണ്. ഭൂമി ഒരു ഗ്രാവിറ്റേഷണൽ സോഴ്സ് ആണെങ്കിൽ പോലും ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് വളരെ വീക്കാണ്. അതുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ള സ്പേസ് ടൈം എല്ലാം ഏറെക്കുറെ ഫ്ലാറ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അതെങ്ങനെ അളക്കാൻ പറ്റും. അളക്കാൻ വളരെ ലളിതമായിട്ടുള്ള വഴികളുണ്ട്. ഉദാഹരണത്തിന് ഒരു ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ, ഒരു ത്രികോണം വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ 3 ആംഗിൾസും കൂടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടും. അത് നമ്മൾ സ്കൂൾ പഠിക്കുന്നതാണ്, യൂക്ലിഡിൻ്റെ ആക്സിയം. പക്ഷേ ഇത് ശരിയാവുന്നത് ഒരു ഫ്ലാറ്റ് സ്പേസിൽ മാത്രമാണ്. നമുക്കറിയാം, ഉദാഹരണത്തിന് ഒരു ഫുട്ബോളിൻ്റെ മുകളിൽ ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് അതിൻ്റെ ആംഗിൾ കൂട്ടിക്കഴിഞ്ഞാൽ 180 കൂടുതൽ വരും. അപ്പോൾ ഇപ്പോൾ നമുക്ക് സ്പേസ് ടൈമിൻ്റെ വളവിനെ കാണാൻ പറ്റില്ലെങ്കിൽ പോലും ഒരു ലോക്കൽ എക്സ്പെരിമെൻ്റ് ഉപയോഗിച്ചിട്ട് അതിനെ മെഷർ ചെയ്യാൻ പറ്റും.
ഇപ്പോൾ നമുക്ക് ചുറ്റുള്ള ഒരു ട്രയാങ്കിൾ വരച്ച് കഴിഞ്ഞാൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 150 ഡിഗ്രി കിട്ടും. കാരണം ഇവിടെയുള്ള സ്പേസ് ടൈം വളരെ ഗ്രാവിറ്റി വളരെ വീക്കാണ്. പക്ഷേ ഗ്രാവിറ്റി വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ, ഉദാഹരണത്തിന് ഒരു ബ്ലാക്ക് ഹോളിനടുത്തോ ഒക്കെ പോവുകയാണെങ്കിൽ ആക്ച്വലി നമുക്ക് അതിൻ്റെ സ്പേസ് ടൈമിൻ്റെ വളവിനെ മെഷർ ചെയ്യാൻ പറ്റും. ധാരാളം അതിനെ സ്പേസ് ടൈമിനെ കാണാൻ പറ്റുമെങ്കിൽ പോലും അതുണ്ടാക്കുന്ന പലതരത്തിലുള്ള കോൺസിക്വൻസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഈ ബ്ലാക്ക് ഹോളുകൾ എന്ന് പറയുന്നത്, ബ്ലാക്ക് ഹോളുകൾ, ന്യൂട്രോൺ സ്റ്റാർസ് എന്നൊക്കെ പറയുന്നത് നമുക്ക് സങ്കല്പിക്കാവുന്നതിലും അധികം ഗ്രാവിറ്റിയുള്ള ചില വസ്തുക്കൾ എന്നുള്ള രീതിയിലാണ് കാണുന്നത്. എന്താണ് ഈ ബ്ലാക്ക് ഹോളുകൾ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? അതായത് ഇതിൻ്റെ ഒരു ചിത്രമെടുക്കാൻ നമ്മുടെ ഒരു ടെലസ്കോപ്പിന് എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഈ അടുത്തിടെയാണ് സാധിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ വസ്തുക്കൾ എന്നുള്ളതിനെക്കുറിച്ച് അറിയാനുള്ള ആകാംക്ഷ ഉണ്ടാകും സ്വാഭാവികമായും. ബ്ലാക്ക് ഹോളുകളുടെയും നിലനിൽപ്പ് സൈദ്ധാന്തികമായിട്ട് പ്രവചിച്ചത് ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ സിദ്ധാന്തത്തെ ബേസ് ചെയ്തിട്ട് കാൾ ഷ്വാർസ്ചൈൽഡ് എന്ന് പറയുന്ന ഒരു ജർമ്മൻ ഫിസിസിസ്റ്റ് മാത്തമാറ്റീഷ്യനൊക്കെയാണ്. അവിടെയും തിയറി ഓഫ് റിലേറ്റിവിറ്റി അതും പറഞ്ഞ ഗ്രാവിറ്റേഷൻ വേവ്സ് പോലെ തന്നെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഒരു കോൺസിക്വൻസ് ആണ്. ബ്ലാക്ക് ഹോൾ പോലെയുള്ള ഒരു വസ്തുവിന് നിലനിൽക്കാൻ പറ്റുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നത് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയാണ്. ബേസിക്കലി അത് ചെയ്യുന്നത് ഏതൊരു വസ്തുവിനെയും ഒരു പ്രത്യേക വലുപ്പത്തിലേക്ക് ഷ്രിങ്ക് ചെയ്യുകയാണെങ്കിൽ അതിന് ചുറ്റും ഒരു വളരെ വിചിത്രമായിട്ടുള്ള ഒരു സർഫസ് ഉണ്ടാക്കും. ഈ സർഫസ് ഒരു വൺ വേ സ്ട്രീറ്റ് പോലെയാണ്. എന്ത് കാര്യത്തിനും, ഇവൻ പ്രകാശത്തിന് പോലും അതിനകത്തേക്കേ പോകാൻ പറ്റൂ, ഒന്നിനും പുറത്തു വരാൻ പറ്റില്ല. ഇത്ര ഒരു വിചിത്രമായിട്ടുള്ള ഒരു സ്പേസ് ടൈമിൻ്റെ ഒരു എക്സ്ട്രീം ഫോം ഓഫ് കർവേച്ചറാണ് ബ്ലാക്ക് ഹോളുകൾ. ഉദാഹരണത്തിന് ഭൂമിയെ ഒരു ഇത്രയും വലുപ്പമുള്ള ഭൂമിയെ 1 സെൻറ്റിമീറ്റർ വലുപ്പമുള്ള ഒരു ചെറിയൊരു വലുപ്പത്തിലേക്ക് അതിനെ കംപ്രസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഭൂമിയെ ഒരു ബ്ലാക്ക് ഹോളാക്കി മാറ്റാൻ പറ്റും. അത് ഒരു പ്രത്യേക സർഫസ് ഉണ്ട്. ആ സർഫസിനെ കാണാൻ പറ്റുന്നില്ല, നമുക്ക് അറിയുക പോലുമില്ല. പക്ഷേ അതിലേക്ക് അകത്തേക്ക് പോകാൻ മാത്രമേ പറ്റൂ, ഒന്നിനും പുറത്തു വരാൻ പറ്റില്ല. പക്ഷെ എന്തുകൊണ്ട് ഭൂമിയെ അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല? കാരണം ഭൂമിയെ അത്രയും കംപ്രസ് ചെയ്യുമ്പോൾ അതിനെ ഒപ്പോസ് ചെയ്യുന്ന കുറേ ഫോഴ്സസ് ഉണ്ട്. 2 ആറ്റങ്ങൾ തമ്മിലുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റിപ്പൾഷൻ, ഇതെല്ലാം. അതുകൊണ്ടാണ് നമുക്ക് ഭൂമി കൊളാപ്സ് ചെയ്യാത്തത്. പക്ഷെ അതിനേക്കാൾ ഭാരമുള്ള വസ്തുക്കൾ, ഉദാഹരണത്തിന് വലിയ ഭീമൻ നക്ഷത്രങ്ങൾ, മാസീവ് സ്റ്റാർസ്, ഇതെന്തുകൊണ്ട് കൊളാപ്സ് ചെയ്യുന്നില്ല? അതെല്ലാം ഗ്രാവിറ്റിയുടെ എല്ലാം ടെൻഡൻസി പരസ്പരം അട്രാക്ട് ചെയ്യുന്നതുകൊണ്ട് പരസ്പരം കൊളാപ്സ് ചെയ്യാനാണ് നോക്കുന്നത്. സ്റ്റാർസിൽ, നക്ഷത്രങ്ങളിൽ ഈ ഒരു കൊളാപ്സിനെ അറസ്റ്റ് ചെയ്യുന്നത് അതിനകത്തുള്ള വാതകങ്ങളുടെ ചൂടും അത് പുറപ്പെടുവിക്കുന്ന ലൈറ്റിൻ്റെ പ്രഷറുമാണ്. അത്രയധികം ലൈറ്റ് പുറപ്പെടുവിക്കുന്നതുകൊണ്ട് ആ ലൈറ്റിന് പ്രഷറുണ്ട്, റേഡിയേഷൻ പ്രഷറുണ്ട്. പക്ഷേ ഈ ലൈറ്റും അതിൻ്റെ ചൂടുണ്ടാക്കുന്നത് അതിനകത്ത് നടക്കുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷൻ കൂടിയാണ്. പക്ഷേ ന്യൂക്ലിയർ ഫ്യൂവൽ മുഴുവൻ തീരുകയാണെങ്കിൽ ഈ നക്ഷത്രങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനത്ത് ഈ ഗ്രാവിറ്റിയെ ഓപ്പോസ് ചെയ്യാൻ പറ്റുന്ന ഫോഴ്സുകളൊന്നും ബാക്കിയുണ്ടാവില്ല. അപ്പോൾ ഗ്രാവിറ്റി ടെൻഡൻസി എന്ന് പറഞ്ഞാൽ ഈ എല്ലാ വസ്തുക്കളെയും വലിയ ചെറിയ റേഡിയസിലേക്ക് കംപ്രസ് ചെയ്യാറ്. അങ്ങനെയാണ് ഈ ബ്ലാക്ക് ഹോളുകൾ ഉണ്ടാവുന്നത്. ഇതിൻ്റെ ഇടയ്ക്കുള്ള വേറെ സ്റ്റേജാണ് ഈ ന്യൂട്രോൺ സ്റ്റാറുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഭൂമി അതിൻ്റെ ഭാരത്തിനോട്, അതിൻ്റെ ഗ്രാവിറ്റി കൊണ്ട് അകത്തേക്ക് കൊളാപ്സ് ചെയ്യുന്നില്ല. കാരണം നമ്മുടെ ആറ്റങ്ങൾ തമ്മിലുള്ള ഇൻ്റർ ആറ്റോമിക് ഫോഴ്സസും ഇലക്ട്രോമാഗ്നറ്റിക് റിപ്പൾഷനും ഒക്കെയാണ്. നക്ഷത്രങ്ങളിൽ ആറ്റങ്ങളായിട്ടാണ് നിൽക്കുന്നത്. അത്രയും ചൂടുള്ളതായതുകൊണ്ട് അതിനകത്ത് പ്രോട്ടോണുകളും ഇലക്ട്രോണുകളൊക്കെ ആയിട്ട് മാറി മാറി നിൽക്കുന്നത്. പക്ഷേ ഒരു ഘട്ടത്തിൽ നക്ഷത്രങ്ങളെ കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ പ്രോട്ടോണുകളും ഇലക്ട്രോണുകളും കമ്പൈൻ ചെയ്തുകൊണ്ട് ന്യൂട്രോണുകൾ എന്ന് പറയുന്ന ഒരു ചാർജ് ന്യൂട്രൽ പാർട്ടിക്കിൾസിൻ്റെ ഒരു സൂപ്പ് പോലെ ആകാൻ പറ്റും. അങ്ങനെയുള്ള ഒരു വിചിത്ര നക്ഷത്രങ്ങളാണ് ന്യൂട്രോൺ സ്റ്റാറുകൾ എന്ന് പറയുന്നത്. ബ്ലാക്ക് ഹോളുകൾക്ക് വലുപ്പം കൂടുതലുണ്ട്, പക്ഷെ ഭാരം പൊതുവെ കുറവാണ്. ഉദാഹരണത്തിന് ഒരു സൂര്യനേക്കാൾ വലുപ്പമുള്ള നക്ഷത്രത്തിനെ ഏറെക്കുറെ 10 കിലോമീറ്റർ വലുപ്പത്തിലേക്ക് കംപ്രസ് ചെയ്യുമ്പോഴാണ് അത്രയും അതിസാന്ദ്രമായിട്ടുള്ള നക്ഷത്രങ്ങളാണ് ന്യൂട്രോൺ സ്റ്റാറുകൾ. ഇത് ബേസിക്കലി ഒരു ന്യൂട്രോണുകളുടെ ഒരു സൂപ്പാണ്. അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള അത്രയും ഉയർന്ന മർദ്ദത്തിൽ പദാർത്ഥത്തിൻ്റെ സ്വഭാവം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്കിപ്പോൾ അറിയില്ല. കാരണം അത്രയും ഉയർന്ന സാന്ദ്രതയുള്ള ഒരു വസ്തുവിനെ ഇപ്പോൾ ലബോറട്ടറിയിൽ ഉണ്ടാക്കാൻ പറ്റില്ല, നമ്മുടെ യാതൊരു തരത്തിലുള്ള ലബോറട്ടറിയിൽ പറ്റില്ല. അപ്പോൾ ഇത് വളരെ വിചിത്രമായിട്ടുള്ളൊരു പദാർത്ഥം പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇപ്പോൾ ഒരു ന്യൂട്രോൺ സ്റ്റാറിൽ നിന്ന് 1 ടീസ്പൂൺ എടുത്തു കഴിഞ്ഞാൽ അത് ഭൂമിയുടെ മാസിന് സമമായിട്ടുണ്ടാകും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെ അതെ.
അത്രയും സാന്ദ്രമായിട്ടുള്ള, അത്രയും ഹൈലി ഡെൻസ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡാണ്. ഒരു ന്യൂട്രോണുകളുടെ ഒരു 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 ദ്രവ്യം, ഒരു ദ്രാവകം എന്ന് പറയാൻ, അത്രയും സാന്ദ്രമായിട്ടുള്ള ദ്രാവകം. അതിൻ്റെ കൃത്യമായിട്ടുള്ള പ്രോപ്പർട്ടീസ് ഇപ്പോൾ നമുക്കറിയില്ല. അതിനെ പഠിക്കുക എന്നുള്ളൊക്കെ ഉദാഹരണത്തിന് ആസ്ട്രോണമിയുടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതായത് ബ്ലാക്ക് ഹോളുകൾ, ന്യൂട്രോൺ സ്റ്റാറുകൾ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു കുറേ എണ്ണം നമ്മൾ കണ്ടെത്തുകയും അതിൻ്റെ ഒരു സാന്നിധ്യം അറിയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവയ്ക്ക് നമ്മുടെ ഭൂമിയിൽ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ന്യൂട്രോൺ സ്റ്റാറുകളിൽ നിന്നുള്ള ഗാമ റേസ് അല്ലെങ്കിൽ അതുപോലുള്ള ചില ജെറ്റുകളൊക്കെ സമീപ ഗ്രഹങ്ങളെയും ഗാലക്സികളെയും ബാധിക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സാധ്യത നമ്മുടെ ഭൂമിക്കുണ്ടോ? ഭൂമിക്ക് ഭീഷണിയായിട്ടുണ്ടോ എന്നുള്ളത്? ഇല്ല, അതൊരു കുറച്ച് അതിഭാവന മാത്രമാണ്. ഒന്നാമത് കാരണം, പിന്നെ ന്യൂട്രോൺ സ്റ്റാറുകൾ തീരെ അടുത്ത് പോവുകയാണെങ്കിൽ അത് ഹാനികരമായിട്ടുള്ള പല കിരണങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷെ നമുക്ക് ഏറ്റവും അടുത്തുള്ള ന്യൂട്രോൺ സ്റ്റാറുകൾ പോലും പല പ്രകാശവർഷങ്ങൾ അകലെയാണ്. അതായത് നമുക്ക് പ്രകാശത്തിൻ്റെ വേഗതയിൽ സഞ്ചരിച്ചാൽ പോലും വർഷങ്ങളോളം എടുക്കും ഏറ്റവും അടുത്തുള്ള ന്യൂട്രോൺ സ്റ്റാറിൽ എത്താൻ. അത് 100 വർഷങ്ങളോളം എടുക്കും. അപ്പോൾ അത്രയും ദൂരമുള്ള ഒരു വസ്തുവിൽ നിന്നുള്ള ഹാനികരമായിട്ടുള്ള കിരണങ്ങളെ എത്താൻ മാത്രമുള്ള ഡോസൊന്നും അതിലില്ല. അതുകൊണ്ട് ന്യൂട്രോൺ സ്റ്റാറുകൾ നമുക്ക് ഒട്ടും മാരകമായിട്ടുള്ള സാന്നിധ്യമല്ല. ബ്ലാക്ക് ഹോളുകൾ അതുപോലെ തന്നെ. അപ്പോൾ നമുക്ക് പൊതുവേ ഒരു പോപ്പുലർ ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഹോളിന് ചുറ്റുമുള്ള എല്ലാ സാധനവും വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നതോ ഭീകരന്മാരാണുള്ളത്. പക്ഷെ ഇത് സംഭവിക്കുന്നത് ബ്ലാക്ക് ഹോളുകളുടെ വളരെ അടുത്തുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സർഫസ് ഉണ്ടാവുമല്ലോ, ഒരു ഇവൻറ്റ് ഹൊറൈസൺ എന്ന് പറയുന്ന സർഫസ് ഉണ്ട്. അതിന് വളരെ അടുത്ത് പോയാൽ മാത്രമേ ഇതൊരു വൺ വേ സ്ട്രീറ്റ് ആയുള്ളൂ. ബ്ലാക്ക് ഹോളുകൾക്ക് ദൂരെയാണെങ്കിൽ, കുറച്ച് ദൂരെയാണെച്ചെങ്കിൽ മറ്റുള്ള ഏത് വസ്തുവും പോലെ തന്നെയാണ് ബ്ലാക്ക് ഹോളുകളുടെ ഗ്രാവിറ്റി. ഉദാഹരണത്തിന് സൂര്യന് പകരം സൂര്യന് അത്രയും ഭാരമുള്ള ഒരു ബ്ലാക്ക് ഹോളിനെ അവിടെ വയ്ക്കുകയാണെങ്കിൽ ആസ് ഫാർ ആസ് ഗ്രാവിറ്റി ഈസ് കൺസേൺ നമ്മൾ ഒരു തരത്തിലുള്ള വ്യത്യാസം അറിയില്ല. സൂര്യനുള്ള പ്രകാശം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ കാര്യം, മറ്റുള്ള എല്ലാ ഗ്രഹങ്ങളും അതേ ഭ്രമണപഥത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഒട്ടും പിന്നെ ബ്ലാക്ക് ഹോളുകൾ എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള സാധനങ്ങളെ മുഴുവൻ വിഴുങ്ങുന്ന ഭീകരന്മാരൊന്നുമല്ല. വളരെ അടുത്ത് പോയാൽ മാത്രമേ അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ജീവനുള്ള ഭീഷണിയൊന്നും ഇതുണ്ടാക്കുന്നില്ല ഭൂമിക്ക്. ഇൻ്റർസ്റ്റെല്ലാർ അറ്റ്ലീസ്റ്റ് അതിൻ്റെ ആദ്യത്തെ 75-80% സിനിമയും വളരെ സയൻറ്റിഫിക്കലി കറക്റ്റാണ്. പറയാം വേം ഹോളുകൾ പറയുന്ന വേറെ ചില സങ്കല്പങ്ങളുണ്ട്. അത് ഒരു തരത്തിലുള്ള രണ്ട് ബ്ലാക്ക് ഹോളുകൾ ചേർന്ന പോലെ, ഒരു ബ്ലാക്ക് ഹോളും ഒരു വൈറ്റ് ഹോളും ചേർന്നിട്ടുള്ളൊരു മാത്തമാറ്റിക്കലായിട്ടുള്ള ഒബ്ജക്റ്റാണ്. ഇതൊരു ഗണിതശാസ്ത്ര മാതൃക മാത്രം, ഒരു മാത്തമാറ്റിക്കൽ സൊല്യൂഷനാണ്. ഇത് ഐൻസ്റ്റൈൻ ഇക്വേഷൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്കൽ സൊല്യൂഷനാണ്.